അല്ല ഉണ്ണിയപ്പൂ, ഈ ഓണത്തിനൊക്കെ മുറ്റം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അത്തം ഇടും? മുറ്റൊന്നും വേണ്ടാക്കണം. കാരണം ഈ ഫ്ലാറ്റുകളിലെ മക്കൾ കണ്ടിട്ടുണ്ടാ? അവിടെ മുറ്റമൊന്നും ഇല്ലല്ലേ. 10 ദിവസത്തേക്ക് 10 പൂ വാങ്ങിച്ച് അവര് ഫ്ലാറ്റിന്റെ നടയില് പല ടൈമിലായിട്ട് അത്ത ഇടും. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ല ഉണ്ണിയമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചാ, മാമൻ എത്ര രൂപ കൈക്കൂലി വന്ന് എന്റെ വീട് മുറ്റമൊക്കെ പൊളിക്കുന്നതിന് കൂട്ടിക്കുന്നതിന് വേണ്ടി? അറിയാണ്ടല്ലേ കൂട്ടിയിരുന്ന പിന്നെ എന്റെ വീട് മുറ്റമല്ലേ പൊളിക്കുന്നത്? അനാവശ്യം പറയരുത്. ഞാൻ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ടോക്ക് നമ്മുടെ ഇവിടെ ആ സർക്കാർ സ്കൂളിൽ ഇരിക്കുന്നത് എന്റെ അപ്പൂപ്പൻ കൊടുത്ത 50 ഏക്കർ വസ്തുല കേട്ടാ. അപ്പൂപ്പന് 5 പൈസ കൊടുത്തിട്ടില്ല. അതെ, മാമന്റെ അപ്പൂപ്പന് ഏക്കർ ആണെങ്കിൽ സ്വത്തുണ്ടായിരുന്നു. 5 ഏക്കർ കൊടുക്കാന്ന് ഒരു 5 സെന്റ് കൊടുക്കുന്ന പോലെയാണ് അപ്പൂപ്പന്. ഇപ്പൊ അതല്ല. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, മുറ്റം എന്നല്ല, മുറ്റത്തുനിന്ന് ഒരു തരി മണ്ണ് പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. വേണമെങ്കിലേ നാളെ ഞാൻ അവിടെ സത്യാഗ്രഹം തുടങ്ങും. വേണ്ട, ഞാനും കാണും. എന്നാ മിക്കവാറും സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും. ഈ സമയത്ത് വഴക്കൊക്കെ കൂടിക്കൊണ്ട് നടന്നാൽ ഒന്നും നടക്കൂല. എടാ, ബുദ്ധി ഉപയോഗിക്കണം, മനസ്സിലായ? അങ്ങോട്ട് നോക്ക്. വീട്ടിന്റെ മുൻവശത്തൂടെ ട്രെയിൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ വസ്തുവിന് വില മാറും. ഇപ്പത്തേം കാട്ടി 4 ഇരട്ടി കിട്ടും പൈസ. നോക്ക്, ആ പൈസ കൊണ്ട് നിനക്ക് എന്തെല്ലാം ചെയ്ത നിന്റെ ലോൺ വരെ അടഞ്ഞു കിട്ടും. അത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണം. പിന്നെ മുറ്റത്ത് ഇറങ്ങി നിന്നാ മതി, ട്രെയിൻ വരും. 10 മിനിറ്റ് കൊണ്ട് കന്യാകുമാരി പോവുകയും ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് കന്യാകുമാരി പോയിട്ട് എന്തോ ചെയ്യാൻ? അത്യാവശ്യമുള്ള കാര്യമാണോ അത്? ഞാൻ പറയാമ്മ, ഡെയിലി കടലിൽ കുളിച്ച് ദേവിയും തൊഴുത് അസ്തമയം കണ്ട് തിരിച്ചു വരാം. അങ്ങനെ പറഞ്ഞോട്ട് ഇനി എന്തൊക്കെ വന്നാലും എന്തിന്റെ പേരിലായാലും എന്റെ വീടും എന്റെ വീടിന്റെ മുറ്റവും ഞാൻ ആർക്കും പകുത്തു കൊടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാം. നാളെ ഞാൻ ഈ മുറ്റത്തെ സത്യാഗ്രഹം ഇരിക്കാൻ പോവാണ്. ആർക്കെങ്കിലും വേണമെങ്കിലും കൂടാം, നിനക്ക് വേണമെങ്കിലും കൂടാം, രവിയേട്ടനും കൂടാം. അത് തന്നെ ഞാനും. സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും. ഞാനോ? ഞാന് ഉണ്ണിയപ്പുമായിട്ടൊന്ന് ആലോചിക്കട്ടെ കേട്ടാ, എന്നിട്ട് തീരുമാനിക്കാം ഇരിക്കണോ വേണ്ടേന്ന്. നമ്മളൊന്ന് ആലോചിക്കട്ടെ. ഞാൻ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കൂ. ചോറണമ്മാ, അത് മതി. മക്കൾ ഉണ്ടിട്ട് വാ. അത് അങ്ങനെ ചെയ്താൽ വീടിന്റെ അടിവാരം വരെ ബുദ്ധി എടുക്കാൻ പോണം. അപ്പോഴാണ് അവൾ ആലോചിക്കാൻ പോണത്. വിട്ടു തരില്ല, വിട്ടു തരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല, വിട്ടു തരില്ല, വിട്ടു തരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല. ഏമാന്മാരെ, 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 ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടു തരില്ല. ഞങ്ങളുടെ ശവത്തിന്റെ മുകളിൽ കൂടി നിങ്ങൾ റെയിലുകൾ ഓടിച്ചോളൂ. ഞങ്ങളുടെ ശവത്തിന്റെ മേളിൽ കൂടി നിങ്ങൾ റെയിലുകൾ ഓടിച്ചോളൂ. നമസ്കാരം, ഞാൻ സന്തോഷ് മാളക്കാരൻ. വളരെ കണ്ണലിയിക്കുന്ന സംഭവങ്ങൾ ഒത്തിരിയാണ് എന്റെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ കണ്ണലിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൈമനം മധുപാലത്തിനടുത്ത് ബാങ്ക് മാനേജറായ രവിയുടെ വീട്ടിലാണ് ഈ സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 മണിക്കൂറായി സമരത്തിലാണ് അവര്. എന്താണ് സംഭവമെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്റെ പൊന്നു ചേച്ചി, ഞാൻ സന്തോഷ് മാളക്കാരൻ. എന്തുണ്ടെങ്കിലും ധൈര്യമായി ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പറയാം. പേടി വേണ്ട, ഭയം വേണ്ട, ഒന്നും വേണ്ട. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് എന്റെ ചാനലിലൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ധൈര്യമായിട്ട് പറയൂ. മാളക്കാര, പ്രശ്നം എന്താന്ന് വെച്ചാല് ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് അവര് പറയുകയാണ്, പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടിന്റെ വരാന്തയും മുറ്റവും അവർ ഏറ്റെടുക്കുകയാണെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ വലിയ മുറ്റമുള്ള വീട് വാങ്ങിച്ചത് എന്റെ മക്കൾക്കും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോണ കൊച്ചുമക്കൾക്കും കളിച്ച് നടക്കാൻ വേണ്ടിയാണ്. ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടും ഈ വീടും സ്ഥലവും വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ അതിന്റെ ലോൺ അടച്ച് ഇതുവരെ തീർന്നിട്ടില്ല. വലിയ ബാധ്യതയാണ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. അവര് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാനാവും. നമ്മുടെ ജീവനാണ് അവിടെ കിടക്കുന്നത്. സന്തോഷം, അത് മാത്രമല്ല, ഇതൊരു വീടിന്റെ മുറ്റത്തിന്റെ വെറും കാര്യം മാത്രമല്ല, ഇത് ഞങ്ങളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണിത്. എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വളരെ കരളരിയിക്കുന്നതും കണ്ണ് നനയുന്നതുമായ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഇതിന് സാക്ഷ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ഇവരുടെ ഈ വിഷമത്തിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഇതൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ വളരെ
കരളലിയിക്കുന്ന സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ ബാങ്ക് മാനേജറായ രവിയുടെ വീട്ടിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. മോളെ, ഈ മുദ്രാവാക്യം ആരെയത് കൊടുത്തത്? സംശയം എന്ത്? പിങ്കി അല്ലാതെ ആര്? അല്ല, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള തോന്നുന്നുണ്ട്. കേട്ടിട്ടുള്ള പോലെ തോന്നില്ലേ? അത് അവളെ എവിടെന്നോ കേട്ട് ചൊറണ്ടിയതാ. അങ്ങനെ വരട്ടെ. ഏയ്, ആ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിക്കൂ. എനിക്ക് കുറച്ച് പറയാനുണ്ട്. പറയണമെന്ന് എടുത്തേ. ഇവിടെ കുത്തിയിരിക്കുന്നില്ലേ, വാത്തിനൊന്നും അല്ല, പൊന്നും വില കൊടുക്കാന്ന് പറഞ്ഞു. അത് വേണ്ട. ഈ നാടിന്റെ വികസനമല്ലേടെ ആവശ്യം. ആലോചിച്ച് നോക്ക്, നാടിന്റെ വികസനമല്ലേ. പിന്നെ ഇവരിങ്ങനെ ഈ കുത്തിയിരുന്ന് ചിന്താഭാ വിളിച്ചിട്ട് വല്ല കഥയുണ്ടാ? ഒരു കഥയില്ല. പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, വാത്തിനല്ലല്ലേ. അല്ലേ മക്കളെ? അപ്പൊ മാറി ഞാൻ പറയട്ടെ. ഇതുപോലെ ജഡ്പലകളുടെ മുമ്പിലല്ല നിങ്ങൾ ക്യാമറ കൊണ്ട് വെക്കേണ്ടത്. നിലപാടുള്ള ആൾക്കാരുടെ മുമ്പിൽ വേണം ക്യാമറ കൊണ്ട് വെക്കേണ്ടത്. അതെ, എസ്ട്രേയിൽ ഇവിടെ വരണം. ഈ വീടും സ്ഥലവും വിൽക്കണം. എന്റെ അച്ഛന്റെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ വിറ്റ് തീർന്നാലേ ഇതിൽ നിന്ന് ഒരു കര കയറാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് മാറും. ഇതാണ് എന്റെ പ്ലാൻ. അപ്പൊ ഈ വീട്ടിലെ രണ്ട് പക്ഷക്കാരും പറഞ്ഞത് നമ്മൾ വ്യക്തമായി കേട്ടു കഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സാമൂഹിക പ്രവർത്തകയായ മേധാ പട്കർ പറഞ്ഞ ആ വാക്കുകൾ ഞാനൊന്ന് കടമെടുക്കുകയാണ്. വികാസ് ചാഹിയെ വിനാശ് നഹീം എന്ന് പറഞ്ഞ വികസനമാണ് വേണ്ടത്, വിനാശത്തിലൂടെ അല്ല വികസനം. അപ്പോ എനിക്കൊരു കാര്യം മാത്രമേ പറയാവൂ. ഒന്നിനെ നശിപ്പിച്ചുകൊണ്ടല്ല ഒരു വികസനം കൊണ്ടുവരേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് കരളലിയിക്കുന്ന കണ്ണ് നനയിക്കുന്ന സംഭവങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു സന്തോഷ് മാളക്കാരൻ. അപ്പോ വീണ്ടും ഞങ്ങളുടെ എപ്പിസോഡിൽ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി ഗുഡ് ബൈ. വിട്ടുതരില്ല, 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 വിട്ടുതരില്ല. ഞങ്ങളുടെ ഭൂമി വിട്ടുതരില്ല, ഞങ്ങളുടെ ഭൂമി വിട്ടുതരില്ല. ഏമാന്മാരെ, 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 ഏമാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.